This is Gianna and Sarah. Welcome to our channel. Hi guys! കാൽപന്ത് കളിയിലെ രാജാക്കന്മാരാരെന്നറിയാൻ, സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടുമെന്നറിയാൻ ഇന്ന് ലോകം കാത്തിരിക്കുമ്പോൾ യുവത്വത്തിന്റെ ഹൃദയം കീഴടക്കിയ സൂപ്പർ ഹീറോ ഫാൻസ് എവിടെ? മെസ്സി ഫാൻ, റൊണാൾഡോ, നെയ്മർ. ദേടി ടീച്ചർ വരുന്നു, നിർത്ത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ റീൽസൊക്കെ ഞാൻ കാണാറുണ്ട്. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അഭിനന്ദനങ്ങൾ കേട്ടോ. പിന്നെ നമ്മുടെ ഇടശ്ശേരിയച്ഛൻ്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്താ ടീച്ചറെ? അത് ജീവിത വിജയങ്ങളുടെ നടുവിൽ കുരിശു വരച്ച് വിശ്വാസം പ്രഘോഷിച്ച നമ്മുടെ മെസ്സിയെയും സഞ്ജു സാംസണെയും കുറിച്ച്. നിങ്ങളും അങ്ങനെ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഈശോയെ പ്രഘോഷിക്കാൻ മറക്കരുത്. ശരിയാ ടീച്ചറെ, ഞങ്ങളും അത് ആലോചിച്ചതാ. പക്ഷെ പറ്റിയ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അതാണോ കാര്യം? ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹീറോ നസ്രത്തിലെ മരപ്പണിക്കാരനായ യഹൂദനായ നമ്മുടെ ഈശോമിശിഹായാണ്. അവനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഭാരതത്തിന്റെ അപ്പസ്തോലൻ വിശുദ്ധ തോമാസ് ലീഹായുടെ മാസമല്ലേ? ദുഃഖ്രാന് തന്നെയാവട്ടെ തുടക്കം. Okay teacher, we will try our best. ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ ദാതാ. മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ ദാതാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയോടൊപ്പമിവർ ചൊല്ലിടാം താതാ. ഞങ്ങൾക്കായി മാധ്യസ്ഥമേഘണേ താതാ, ഞങ്ങൾക്കായി മാധ്യസ്ഥമേഘണേ. മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ. കടലുകൾ താണ്ടി വന്നു നീ പകർന്നു വിശ്വാസം, ജീവിത വഴിയിൽ അതുമാത്രമെന്നും ആശ്വാസം. കടലുകൾ താണ്ടി വന്നു നീ പകർന്നു വിശ്വാസം, ജീവിത വഴിയിൽ അതുമാത്രമെന്നും ആശ്വാസം. 7 പള്ളികൾ ഉയർന്നു, ക്രിസ്തുവിൽ വീണ്ടും പിറന്നു. 7 പള്ളികൾ ഉയർന്നു, ഞങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും പിറന്നു. താതാ നിൻ വാത്സല്യ തണലതിൽ വളർന്നിടാം സദാ. മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത, തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയോടൊപ്പമിവർ ചൊല്ലിടാം താതാ. ഞങ്ങൾക്കായി മാധ്യസ്ഥമേഘണേ താതാ, ഞങ്ങൾക്കായി മാധ്യസ്ഥമേഘണേ. ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ടാണ്. ദുഃഖ്രാന. വരൂ, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന്
അധരങ്ങൾ സംസാരിച്ച വാക്കുകളാണിവ. ക്രിസ്തുവിനു വേണ്ടി പല നാടുകളും കറങ്ങി അവസാനം അവൻ നമ്മുടെ ഭാരതത്തിലുമെത്തി. മൈലാപ്പൂരിലെ മലയിൽ അവൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിയായപ്പോഴേക്കും വിശ്വാസത്തിൻ്റെ വിത്തുകൾ അവനിവിടെ പാകിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയുണ്ടായതാണ് നമ്മുടെ സീറോ മലബാർ സഭയും. നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കെതിരെ സംസാരിക്കുന്നു. ഇല്ല സഹോദരങ്ങളെ, ലോകത്തിന് പ്രകാശമായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പരിശ്രമിച്ചെന്നേ ഉള്ളൂ. അവന്റെ ഒരു രക്ഷകനും പ്രകാശവും കൊണ്ടുപോയി കൊല്ലടവനെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അച്ഛാ, നമ്മുടെ ഹീറോ തോറ്റുപോയോ? നമ്മുടെ ഹീറോ തോറ്റുപോയെന്നോ? ആര് പറഞ്ഞു? ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം. ദേ നമ്മുടെ പറവൂർ കോട്ടയ്ക്കാവ് പള്ളി. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂരാണ്. പിടിത്ത ധണ്ടും കൈയും മേ
പവിഴമുത്തോ മാലയും തെയ്തയലങ്കരിച്ച പന്തലിൽ വന്നു തക്ക വീണം മാത്തോമ്മ തെയ്തയലങ്കരിച്ച പന്തലിൽ വന്നെഴുതരുൾക മാത്തോമ്മ തെയ്തയലങ്കരിച്ച പന്തലിൽ വന്നരുൾതരെ താവൃതിയും തത്താവിമുദത്തേ. ആഹാ, രണ്ടുപേരും ബൈബിള് വായിക്കുകയാണല്ലോ. അതേ ടീച്ചറെ, ഞങ്ങൾ വെറുതെ കണ്ടന്റ് അന്വേഷിച്ച് പുറത്ത് അലഞ്ഞു നടന്നു. ലോകത്തെ മുഴുവൻ മാറ്റിമറയ്ക്കാൻ തക്കവിധം കണ്ടന്റ് ബൈബിളിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളും വിശുദ്ധ തോമസ് ലിഹായെ പോലെ ക്രിസ്തുവിനു വേണ്ടി ഇന്നു മുതൽ യാത്ര തുടങ്ങുന്നു. നന്നായി. ഇന്നത്തെ കാലത്ത് ബൈബിൾ നമുക്ക് ഒരുപാട് ആക്സസിബിൾ ആണ്. POCയുടെ ബൈബിൾ ആപ്പ് വഴി നമുക്ക് വായിക്കാം. അതല്ലെങ്കിൽ ബൈബിൾ ഓൺ എന്ന ആപ്പിലൂടെ ഓഡിയോ രൂപത്തിലും നമുക്ക് ബൈബിൾ വായിച്ച് കേൾക്കാവുന്നതുമാണ്. ഇന്നത്തെ പല റീലുകളും ആദത്തിനും ഹവ്വയ്ക്കും കിട്ടിയ ആപ്പിൾ പോലെയാണ്. പെട്ടെന്ന് നമ്മളെ ആകർഷിക്കും, കണ്ടു കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ക്രിസ്തുവിന്റെ വചനമായിരിക്കണം നമ്മുടെ പാതയിൽ പ്രകാശമായിരിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. എന്തായാലും നന്നായി. ഇന്ന് ദുഃഖറാലിയോടനുബന്ധിച്ച് ഒരു റാലി വരുന്നുണ്ട്. വാ, നമുക്കും വിശുദ്ധനെ വരവേൽക്കാം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം, സുവിശേഷദീപ്തിയാർന്ന ജീവിതം. ഭാരതം തനം പകർന്ന ജീവിതം, സുവിശേഷദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു കണ്ടു. വിശുദ്ധ തോമസ് ലിഹയെ പോലെ ക്രിസ്തുവിനോടൊപ്പം നടക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളോ? നമുക്ക് ഒരുമിച്ച് ഒരു സെൽഫി എടുത്താലോ? ദിദിമോസ് എന്നായിരുന്നു തോമസിൻ്റെ മറ്റൊരു പേര്. ഇരട്ട എന്നർത്ഥം. ക്രിസ്തുവിൻ്റെ ഇരട്ട മുഖച്ഛായ മാത്രമല്ലിത്. ചിന്തകളിൽ ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങളുടെ ഉറപ്പ്, ഇടപെടലുകളിൽ അവൻ്റെ സൗമ്യത, നിലപാടുകളിൽ അവൻ്റെ ധൈര്യം. വരൂ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന ചങ്കൂറ്റം. ക്രിസ്തുവിൻ്റെ ഇരട്ടയാകാനുള്ള ഓർമ്മപ്പെടുത്തലോടെ വീണ്ടും ഒരു ദുഃഖറാന.